ഹോ, ഇപ്പൊ കളിച്ച ക്ലാഷ് കോഡ് മാച്ചിൽ വന്ന ബംഗാളികള് എന്തൊരു കളിയാ. അയ്യോ, ഇതെന്താ ഒരു നിധിപ്പെട്ടി കാണുന്നത്? എന്തായിരിക്കും? എൻ്റെ അമ്മോ, ഇതൊക്കെ എന്താ? 100 ഡയമണ്ട്, പിന്നെ കുറെ ഗൺ സ്കിന്നൊക്കെ ഉണ്ടല്ലോ. 30 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ സാധനം? കഴിഞ്ഞ കളിയിൽ വന്ന ബംഗാളികള് എനിക്ക് ഗിഫ്റ്റ് എങ്ങാനും അയച്ചതായിരിക്കുമോ ഈ ഒരു നിധിപ്പെട്ടി? എന്തായാലും ഒരു വഴിയുണ്ട്. പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാരന്മാരോട് ചോദിച്ചു നോക്കാം. ഇതെന്താ ടോപ്പിൽ എഴുതിയിരിക്കുന്നേ സ്പെഷ്യൽ എയർ ഡ്രോപ്പ് എന്ന്? ഇനി ഗരീനയുടെ കമ്പനി എനിക്ക് മാത്രമായിട്ട് വല്ല നിധിയും തന്നതായിരിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രണ്ടിലൊന്ന് അറിയണം. അവന്മാരോട് ചോദിച്ചു നോക്കാം ഇതെന്താ ഈ നിധിപ്പെട്ടിയെന്ന്. പെട്ടെന്ന് തന്നെ റിക്വസ്റ്റ് ഇടാം. ഇവൻ എന്താ കേറ്റാത്തേ? കേറ്റിയല്ലോ. എടാ, ഹലോ, കേൾക്കുന്നില്ലേ? ആടാ, കേക്കാടാ, പറ. എടാ അളിയാ, ഞാനിപ്പോൾ ഒരു ക്ലാഷ് കോഡ് മാച്ച് കളിച്ചു. അതിനകത്താണെങ്കിൽ ഫുള്ള് ബംഗാളികളായിരുന്നടാ. അപ്പോൾ കളി കഴിഞ്ഞിട്ട് ലോബിയിൽ വരുമ്പോൾ ഒരു നിധിപ്പെട്ടി വന്നേക്കുന്നു എൻ്റെ അക്കൗണ്ടിൽ. എടാ, നിധിപ്പെട്ടിയോ? അതെന്താ സാധനം? എടാ, നീ ഒരു കാര്യം ചെയ്. നീ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചതാ, നോക്കട്ടെ. ആടാ, ഞാൻ ഇപ്പോൾ അയച്ചു തരാം, ഒരു മിനിറ്റ്. ഓ എടാ, ഇതാണോ? എടാ, ഇത് നിധിപ്പെട്ടി ഒന്നുമല്ല, ഇതിൻ്റെ പേരാ എയർ ഡ്രോപ്പ്. നീ ഇപ്പോൾ കളി തുടങ്ങിയതല്ലേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നിനക്ക് 30ൻ്റെ എയർ ഡ്രോപ്പാ വന്നിരിക്കുന്നത്. എടാ, നിന്റെ കയ്യിൽ 30 രൂപയുണ്ടോ? 30 രൂപ ഉണ്ടെങ്കിൽ റെഡീം കോഡ് ആക്കിയിട്ട് അതെടുത്താൽ മതി. നീ നിധിപ്പെട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. എടാ അളിയാ, ഞാൻ നൂബായതുകൊണ്ട് നീ എന്നെ പറ്റിക്കല്ലേടാ. എടാ, 30 രൂപ കൊടുത്താൽ ആ 100 ഡയമണ്ട് എനിക്ക് കിട്ടുമോ? എടാ, 100 ഡയമണ്ട് മാത്രമല്ല, അതിൽ കാണുന്ന എല്ലാം കിട്ടും. നീ ഏതെങ്കിലും പ്രോ പ്ലെയറിനോട് ചോദിക്ക്, എടുത്തു തരും. എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നല്ലവണ്ണം ടോപ്പപ്പ് ചെയ്യുന്ന ഒരു പ്രോ പ്ലെയർ ഉണ്ട്. ആ ചേട്ടൻ്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് റിക്വസ്റ്റ് ഇട്ട് നോക്കട്ടെ. എന്നെ കയറ്റുമോ? ഹലോ ചേട്ടാ, ഓർമ്മയുണ്ടോ എന്നെ? ചേട്ടൻ എന്നെ 2 ദിവസം മുന്നേ ഫ്രണ്ടാക്കിയത്. ആടാ നൂബേ, എനിക്ക് ഓർമ്മയുണ്ട്. നീ എന്നോട് കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ഞാൻ നിന്നെ ഫ്രണ്ടാക്കിയത്. ചേട്ടാ, അത് തന്നെ. ചേട്ടാ, പിന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? എൻ്റെ അക്കൗണ്ടിലാണെങ്കിൽ ഒരു 30 രൂപയുടെ ഡ്രോപ്പ് ഉണ്ട്. എനിക്കൊന്ന് എടുത്തു തരുമോ? എൻ്റെ കൂട്ടുകാരന്മാർ പറയുന്നത് അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ 100 ഡയമണ്ടും പിന്നെ കുറേ ഗൺ സ്കിന്നൊക്കെ കിട്ടുമെന്നാ. എടാ നൂബേ, നിനക്ക് അതുപോലും അറിയില്ലേ? എടാ നൂബേ, അവിടെ എത്ര ഡയമണ്ട് എന്നാ എഴുതി കാണിക്കുന്നേ? ചേട്ടാ, 100 ഡയമണ്ടും പിന്നെ കുറേ ഗൺ സ്കിന്നും. നീ അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കത് കിട്ടും. ചേട്ടാ, പിന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള പ്രോ പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ ടോപ്പപ്പ് ചെയ്യുന്നത് ചേട്ടനാ. ചേട്ടാ, എനിക്ക് ആ ഡ്രോപ്പ് എടുത്തു തരുമോ? ഒന്ന് പോടാ നൂബേ, നിനക്ക് ഡ്രോപ്പ് വേണമെങ്കിൽ നീ നിന്റെ ഫ്രണ്ട്സിനോട് ചോദിക്ക്. അയ്യോ ചേട്ടാ, എൻ്റെ ഫ്രണ്ട്സും എന്നെ പോലെ തന്നെയാ. എല്ലാവരും കാട്ട് നൂബാ. എടാ നൂബേ, നിനക്ക് ഡ്രോപ്പ് എടുത്തു തന്നാ എനിക്കെന്താ ഗുണം? ചേട്ടൻ എന്തെങ്കിലും തരണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചേട്ടാ. എടാ നൂബേ, നിന്റെ അക്കൗണ്ടിൽ റൂം കാർഡ് ഉണ്ടോ? അയ്യോ ചേട്ടാ, എൻ്റെ അക്കൗണ്ടിൽ എവിടുന്നാ റൂം കാർഡ്? ഞാനതിന് ഗിൽഡിലൊന്നുമില്ല. ചേട്ടാ, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലുണ്ട് ഒരു റൂം കാർഡ്. എടാ നൂബേ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ വാ, എന്നിട്ട് റൂം ഇട്, നമുക്കൊരു 1v1 കളിക്കാം. ചേട്ടാ, ആകെയുള്ള ഒരു റൂം കാർഡാ. ചേട്ടാ, കളി ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുത്തു തരാമെന്ന് വാക്കുതാ. എടാ നൂബേ, നീ കളി തുടങ്ങിയിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഞാനിവിടെ കളി തുടങ്ങിയിട്ട് 2 വർഷമായി. നീ എന്നോടാണോ കളിച്ച് ജയിക്കാനായിട്ട് പോകുന്നേ? എടാ, നീ പോയിട്ട് റൂം ഇട്. ചേട്ടാ, ഞാൻ പോയിട്ട് ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ വരാം. That's
Jack. Don't you come back no more, no more, no more, no more. Hit the road, Jack. Don't you come back no more. What you say? Hit the road, Jack. Don't you come back no more, no more, no more, no more. Hit the road, Jack. Don't you come back no more. Oh woman, don't treat me so mean. You're the meanest old woman that I've ever seen. I guess if you say so, I'll have to pack my things and go. Let's go. That's woman, oh woman, don't treat me. A few moments later. ഹലോ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കളി? അവൻ്റെ അക്കൗണ്ടിലാവുമ്പോൾ കുറച്ച് ഗൺ സ്കിന്നൊക്കെ ഉണ്ട്. എടാ നൂബേ, എന്തായാലും നീ നന്നായിട്ട് തന്നെ കളിച്ചടാ. ചേട്ടാ, എനിക്ക് ഡ്രോപ്പ് എടുത്തതാ. ഒന്ന് പോടാ നൂബേ, നീ അപ്പോഴേക്കും അത് വിശ്വസിച്ചോ? എടാ നൂബേ, നിനക്ക് ഡ്രോപ്പ് എടുത്തു തരാൻ എനിക്കെന്താ വട്ടല്ലേ? എടാ ഞാൻ നിന്നെ വെറുതെ പറ്റിക്കാനായിട്ട് പറഞ്ഞതല്ലേ. ചേട്ടാ, നിങ്ങൾ ഡെയിലി ടോപ്പപ്പ് ചെയ്യുന്ന പ്ലെയർ അല്ലേ? ഒരു 30 രൂപയുടെ റെഡീം കോഡ് എനിക്ക് തന്നുകൂടെ? ഒന്ന് പോടാ, നിന്നെ പോലെയുള്ള ഒരു കാട്ടു നൂബിന് വേണ്ടി 30 രൂപ വെറുതെ വേസ്റ്റ് ചെയ്യാൻ എനിക്കെന്താ വട്ടല്ലേ? ചേട്ടാ, അപ്പോൾ എൻ്റെ റൂം കാർഡോ? എടാ അത് നീ വെറുതെ ട്രെയിനിങ്ങിനായിട്ട് ഇട്ടു എന്ന് കരുതിയാ മതി. എടാ ഇങ്ങനെ നൂബുകളെ പറ്റിക്കുന്നത് എൻ്റെ സ്ഥിരം പരിപാടിയാ. മണ്ടൻ നൂബുകൾ ഡയമണ്ട് എന്ന് കേട്ടാ മതി, അപ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യും. ഡെയിലി ഞാൻ അങ്ങനെ 3-4 കസ്റ്റമൊക്കെ കളിക്കും. നിങ്ങൾ എന്തൊരു കള്ളനാ. 2000 years later. അന്ന് എന്നെ ഒരു ഡ്രോപ്പിന്റെ പേരിൽ കുറെ പറഞ്ഞു പറ്റിച്ച ആ പ്രോ പ്ലെയർ ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ടല്ലോ. അവനെ എൻ്റെ ഗ്രൂപ്പിൽ വിളിച്ചിട്ട് പട്ടിഷോ കാണിക്കാം. ആ കള്ളനാണെങ്കിൽ എല്ലാ നൂബുകളെയും പറഞ്ഞു പറ്റിച്ചിട്ട് റൂം കളിക്കും. എന്നിട്ട് അവസാനം അവന്മാരെ പറഞ്ഞു പറ്റിക്കും. എന്തായാലും അവനെ വിളിക്കാം. ഇതേതാ ഈ പ്രോ പ്ലെയർ? എൻ്റെ അമ്മോ, അതേ MP40 മാക്സിമോട്ടൊക്കെ ഉണ്ടല്ലോ. ഇവനൊക്കെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ? എന്താടാ, നിനക്ക് ഡയമണ്ട് വേണോ? എടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മാസത്തെ എലൈറ്റ് പാസ് എടുത്തിട്ടില്ല, എനിക്ക് എടുത്തു തരുവോടാ? എന്നാ പിന്നെ എലൈറ്റ് പാസ് മാത്രമാക്കണ്ട. ഇപ്പോൾ ഗെയിമിലുള്ള എല്ലാ ഇവൻറ്റും ഞാൻ നിനക്ക് എടുത്തു തരാം. എടാ നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? എടാ, നിനക്കപ്പോൾ എന്നെ ഓർമ്മയില്ലേ? പണ്ട് നീ എന്നെ കുറേ പറഞ്ഞു പറ്റിച്ചവനല്ലേ, ഒരു ഡ്രോപ്പിൻ്റെ പേര് പറഞ്ഞിട്ട്. ഓ സോറിയടാ, നീ അങ്ങനെ ഡെയിലി കുറേ നൂബുകളെ പറ്റിക്കുന്നവനല്ലേ. അങ്ങനെ ഒരു ദിവസം നീ എന്നെയും പറ്റിച്ചതാ. പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ ടോപ്പപ്പ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഞാൻ നല്ലൊരു പ്രോ പ്ലെയറായി. എടാ, നീയാണെങ്കിൽ ഇപ്പോഴും മറ്റുള്ള പ്ലെയേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നിനക്കൊക്കെ നന്നായി കൂടെടാ കള്ള. എടാ സോറിയടാ, എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. എടാ, നിന്റെ സോറിയൊന്നും എനിക്ക് കേൾക്കണ്ട. എടാ, ഇനിയെങ്കിലും മറ്റുള്ള പ്ലെയേഴ്സിനെ പറ്റിക്കാതെ ജീവിക്ക്.